സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ശ്രീ ദേവി മഹാത്മ്യം രാത്രി സൂക്തം തുടരുന്നു. ബ്രഹ്മസ്തുതിയാണ്. ദേവിയെക്കുറിച്ച് ബ്രഹ്മാവ് പറയുന്ന വിശേഷണങ്ങളാണ്. സൃഷ്ടിയുടെ ആ ഒരു മഹത്തായ തലം ദേവിയിൽ തന്നെ സ്ഥാപിച്ചുകൊണ്ടാണ് ബ്രഹ്മാവ് ദേവി സ്തുതി നടത്തുന്നത്. ഇവിടെ അടുത്തത് ത്വയൈതൽ ധാര്യതേ വിശ്വം ത്വയൈതൽ സൃജ്യതേ ജഗത് ത്വയൈതൽ പാല്യതേ ദേവി ത്വം മത്സ്യന്തേ ച സർവദാ. ദേവി ത്വയ, ഹേ ദേവി അങ്ങ് നിന്തിരുവടിയാൽ, ത്വയൈതൽ, ത്വയ് പ്ലസ് ഐതൽ ഏതത് എന്നാണ്, ഏതത് ജഗത്ത്, ത്വയ പ്ലസ് ഏതത് ജഗത്ത് സൃജ്യതേ എന്ന് പറഞ്ഞാൽ ദേവി നിന്തിരുവടിയാൽ ഈ ജഗത്ത് സൃഷ്ടിക്കപ്പെടുന്നു. ഏതത് ജഗത്ത്, ഈ ജഗത്ത് സൃഷ്ടിക്കപ്പെടുന്നു, ഈ ലോകം സൃഷ്ടിക്കപ്പെടുന്നു. പിന്നെ ത്വയൈതൽ ധാര്യതേ വിശ്വം, നിന്തിരുവടിയാൽ, ത്വയ ഏതത് പാല്യതേ ത്വയ ഏതത് ധാര്യതേ, ഈ വിശ്വം നിന്തിരുവടിയാൽ ധരിക്കപ്പെടുന്നു. ഈ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. ദേവി വിശ്വത്തെ ധരിച്ചിരിക്കുകയാണ്. അപ്പം അത് ഉൾക്കൊണ്ടിരിക്കുകയാണ് ദേവി. പിന്നെ അടുത്തത് ത്വം ഏതത് പാല്യതേ, നിന്തിരുവടിയാൽ ഈ ജഗത്ത് പാലിക്കപ്പെടുന്നു. ത്വയ ഏതത് പാല്യതേ, അവിടുത്തെ കൊണ്ട് ഈ ലോകം പാലിക്കപ്പെടുന്നു. അപ്പോൾ സൃഷ്ടിക്കപ്പെടുന്നു, പാലിക്കപ്പെടുന്നു, ധരിക്കപ്പെടുന്നു. ഒടുവിൽ ത്വം അന്തേ അത്സി, നിന്തിരുവടി ഇതിനെ ഒടുവിൽ സംഹരിക്കുന്നു. ത്വം മത്സ്യന്തേ എന്ന വാക്ക് ത്വം അന്തേ അത്സി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് പിരിച്ചു പറയുമ്പോൾ ത്വം അന്തേ, അവിടുന്ന് അവസാനം, അത്സി അവസാനിപ്പിക്കുന്നു, സംഹരിക്കുന്നു. അപ്പോൾ സർവദാ ച, ഇങ്ങനെ പിന്നെയും പിന്നെയും, സർവദാ എപ്പോഴും, വീണ്ടും വീണ്ടും, ച പിന്നെയും പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ത്വയ ഏതത് വിശ്വം ധാര്യതേ, നിന്തിരുവടി ഈ പ്രപഞ്ചത്തെ വീണ്ടും വീണ്ടും സൃഷ്ടിക്കുന്നു, പാലിക്കുന്നു, ധരിക്കുന്നു, സംഹരിക്കുന്നു. ഹേ ദേവി അങ്ങയാൽ ഈ ജഗത്ത് സൃഷ്ടിക്കപ്പെടുകയും രക്ഷിക്കപ്പെടുകയും സംഹരിക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ പിന്നെയും പിന്നെയും പ്രപഞ്ചം ധരിക്കപ്പെടുന്നു, ദേവിയാൽ ധരിക്കപ്പെടുന്നു. ഏതത് വിശ്വം ധാര്യതേ, നിന്തിരുവടിയാൽ ഈ പ്രപഞ്ചം ധരിക്കപ്പെടുന്നു. അടുത്തത് വിസൃഷ്ടൗ സൃഷ്ടിരൂപാത്വം സ്ഥിതിരൂപാച്ച പാലനെ തഥാ സംഹൃതി രൂപാന്തേ ജഗതേ അന്യജഗന്മയേ ജഗതേ അസ്യ ജഗന്മയേ ജഗന്മയേ ത്വം ജഗദംബികേ. അവിടുന്ന് ജഗദംബികേ എന്ന് പറഞ്ഞാൽ ഈശ്വരിയായ ദേവി, അവിടുന്ന് എന്താണ് ചെയ്യുന്നത്? വിസൃഷ്ടൗ, വിശേഷണയുള്ള സൃഷ്ടിയിൽ സൃഷ്ടിരൂപയാണ്. വിസൃഷ്ടൗ, വിശേഷണയുള്ള സൃഷ്ടിയിൽ അവിടുന്ന് സൃഷ്ടിരൂപ ത്വം, അവിടുന്ന് ത്വം എന്ന് പറഞ്ഞാൽ അവിടുന്ന് സൃഷ്ടിരൂപയാണ്. പിന്നെയോ അടുത്തത് സ്ഥിതിരൂപ ച പാലനെ, സ്ഥിതിരൂപയായി പാലനത്തിൽ സ്ഥിതി ചെയ്യുന്നു. അങ്ങ് തഥാ സംഹൃതി രൂപ അന്തേ, അന്തേ അവസാനത്തിൽ അവിടുന്ന് അതുപോലെ തന്നെ സംഹൃതി രൂപ ആകുന്നു. ജഗത് രൂപിണിയായ ദേവി അവിടുന്ന് ജഗത്തിൻ്റെ വിശേഷണയുള്ള സൃഷ്ടിയിൽ സൃഷ്ടിരൂപയും പാലനത്തിൽ സ്ഥിതിരൂപയും അപ്രകാരം അവസാനത്തിൽ സംഹാര രൂപയുമാകുന്നു. സൃഷ്ടിക്കും സൃഷ്ടികർത്തൃക്കും പാലനത്തിനും പാലയത്രിക്കും സംഹാരത്തിനും സംഹർത്തൃക്കും അഭേദം കൽപ്പിച്ചിരിക്കുകയാണ്. എല്ലാം ഒന്ന് തന്നെയാണ്. ദേവി തന്നെ സൃഷ്ടിക്കുന്നു, ദേവി തന്നെ പാലിക്കുന്നു, ദേവി തന്നെ സംഹരിക്കുന്നു. വീണ്ടും ഈ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ബ്രഹ്മശക്തി സൃഷ്ടിക്കുന്നു എന്നത് വ്യാപദേശം മാത്രമാണ്. വാസ്തവത്തിൽ സൃഷ്ടിയാദികൾ ചെയ്യുന്നത് നിന്തിരുവടി തന്നെ, ഞാനല്ല എന്ന് ബ്രഹ്മാവിൻ്റെ വാക്കാണ്. ബ്രഹ്മാവ് തന്നെ പറയുകയാണ്, അവിടുന്ന് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്, ഞാനല്ല എന്നാണ് പറയുന്നത്. മഹാവിദ്യ, മഹാമായ, മഹാമേധ, മഹാസ്മൃതി, മഹാമോഹ ച ഭവതി, മഹാദേവി, മഹാസൂരി. ദേവി എന്തൊക്കെയാണ്? മഹാവിദ്യ, മഹാമായ. മഹാവിദ്യ മഹതിയായിരിക്കുന്ന പരബ്രഹ്മ വിഷയജ്ഞാനരൂപമായ ലക്ഷണയുക്തമായ വിദ്യ.
പിന്നെയോ മഹാമായ, മഹതിയായും അനാത്മാവിൽ ആത്മാവാണെന്നും ആത്മാവിലും അനാത്മാവാണെന്നും ഉള്ളതായും ഇരിക്കുന്ന ബുദ്ധി. അതാണ് മഹാമായ. മായയാണവിടെ. മഹാമേധ, മേധ എന്ന് പറഞ്ഞാൽ മഹതിയായി ധാരണാവതിയായിരിക്കുന്ന ബുദ്ധി. മഹാസ്മൃതി, മഹാസ്മൃതി എന്ന് പറഞ്ഞാൽ മഹതിയായിരിക്കുന്ന വേദവിദ്യ. വേദവിദ്യകളാണ് സ്മൃതി എന്ന് പറയുന്നത്. മഹാമോഹ, മഹതിയായിരിക്കുന്ന സംസാരശക്തി. ഈ സംസാരത്തിൻ്റെ ശക്തി, അവിടെ മോഹമാണ് മുന്നിട്ട് നിൽക്കുന്നത്. മോഹ ച ഭവതി, അവിടുന്ന് മഹാമോഹ ആയിട്ടുള്ള ശക്തിയായിരിക്കുന്നു. മഹാദേവി, മഹാസൂരി. മഹാദേവി എന്ന് പറഞ്ഞാൽ മഹാദേവൻ്റെ പത്നിയും. മഹാസുരി, മഹാസുരി എന്ന് പറഞ്ഞാൽ മഹാസുര ശക്തിയും നിന്തിരുവടിയാകുന്നു. ദേവശക്തിയും മഹാദേവൻ്റെ ശക്തിയും മഹാദേവൻ്റെ പത്നിയും നീ തന്നെയാണ്. അപ്പോൾ സർവ്വവിഷയയായും ഒന്നിനെ മറ്റൊന്നായി തോന്നിപ്പിക്കുന്നതായും ഉള്ള ശക്തി നീയാകുന്നു. സകല വസ്തുക്കളുടെയും തത്വങ്ങളെ ധരിക്കുന്നതിന് സാമർഥ്യമുള്ള ബുദ്ധിശക്തി നീയാകുന്നു. മഹത്തായ ധർമ്മശാസ്ത്രം, സ്മൃതി, വേദവിദ്യയും അവിടുന്ന് തന്നെ. മഹത്തായ മോഹത്തിന്, രാഗത്തിന് ആശ്രയമായ സംസാരശക്തിയും അവിടുന്ന് തന്നെ. ഇന്ദ്രാദി ലോകപാല കർമ്മസ്വരൂപയായി മഹാദേവിയായും ഹിരണ്യാക്ഷാദി സ്വരൂപയായും മഹാദേവിയായും സ്ഥിതി ചെയ്യുന്നതും അവിടുന്ന് തന്നെ. പ്രകൃതിസ്ത്വം, അങ്ങനെ എല്ലാ തലത്തിലും ഈ ലോകത്തിൻ്റെ എല്ലാ അവസ്ഥയും ദേവിയിൽ കുടികൊള്ളുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ബ്രഹ്മാവ് തന്നെയാണ് ഇതെല്ലാം പറയുന്നത്. ബ്രഹ്മാവ് ആ സൃഷ്ടികർമ്മത്തിലും ഒന്നും സൃഷ്ടിസ്ഥിതി സംഹാരത്തിൽ സൃഷ്ടി ബ്രഹ്മാവിനെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ബ്രഹ്മാവ് അതിലൊന്നും ഉൾപ്പെട്ട ആളാണെന്ന് പറയുന്നേ ഇല്ല. അതല്ല എന്നാണ് പറയുന്നത്. സർവ്വവിഷയയായും ഒന്നിനെ മറ്റൊന്നായി തോന്നിപ്പിക്കുന്നതായും ഉള്ള ശക്തി, ആ ശക്തിയാണ് ദേവിയിൽ കുടികൊള്ളുന്നത്. മൂലാവിദ്യ, മഹാമേധ, സകല വസ്തുക്കളുടെയും തത്വങ്ങളെ ധരിക്കുന്നതിന് സാമർഥ്യമുള്ള ബുദ്ധിശക്തി ദേവിയിൽ കുടികൊള്ളുന്നു. അതുപോലെ തന്നെ സ്മൃതി, ധർമ്മശാസ്ത്രം, വേദവിദ്യ, ഇതെല്ലാം ദേവിയിൽ കുടികൊള്ളുന്നു. മഹാമോഹ, മഹത്തായ രാഗത്തിന് ആശ്രയമായ ഈ ലൗകിക ശക്തി, സംസാരശക്തി എന്ന് പറയുമ്പോൾ ലൗകിക ശക്തി, അതും ദേവിയിൽ കുടികൊള്ളുന്നു. അപ്പോൾ ലോകപാല കർമ്മ സ്വരൂപയാണ് ദേവി. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പിന്നെ അടുത്തത് എന്താണ്? അടുത്തത് പ്രകൃതിസ്ത്വം ഹി സർവസ്യ ഗുണത്രയ വിഭാവിനി. പ്രകൃതിസ്ത്വം, പ്രകൃതിയും അവിടുന്നാണ്. സർവസ്യ പ്രകൃതിസ്ത്വം ഹി സർവസ്യ ഗുണത്രയ വിഭാവിനി. ഗുണത്രയം, സത്വം, രജസ്, തമസ്, ഇതാണ് 3 ഗുണങ്ങൾ. ആ ഗുണത്രയ വിഭാവിനി, ഗുണത്രയത്തെ ഭാവിക്കുന്നവൾ, അതാണ് ദേവി. പിന്നെ കാളരാത്രിർ, മഹാരാത്രിർ, മോഹരാത്രിശ്ച ദാരുണ. അപ്പോൾ ഗുണത്രയ വിഭാവിനി, സത്വരജസ്തമോ ഗുണങ്ങളെ കൊണ്ട് ഊഹിക്കാവുന്ന സർവസ്യ പ്രകൃതി, എല്ലാത്തിൻ്റെയും പ്രകൃതിത്വം അവിടുന്നാണ്. എല്ലാത്തിൻ്റെയും പ്രകൃതി അവിടുന്നാണ്. കാളരാത്രിഹി മഹാരാത്രിഹി, കാളരാത്രിയും മഹാരാത്രിയും അവിടുന്നാണ്. അപ്പം ഇതെല്ലാം ദേവിയിൽ തന്നെ കുടികൊള്ളുന്നു. സത്വരജസ്തമോ ഗുണങ്ങളെ അനുവർത്തിപ്പിക്കുന്നവൾ. കാളരാത്രി എന്ന് പറയുമ്പോൾ കൽപ്പാന്തരാത്രി, മഹാരാത്രി എന്ന് പറയുമ്പോൾ ഈശ്വരൻ്റെ രാത്രി, പിന്നെ ബ്രഹ്മാവിൻ്റെ അവസാനത്തെ രാത്രി ബ്രഹ്മാവിൻ്റെ രാത്രി. അങ്ങനെ കാളരാത്രിർ, മഹാരാത്രിർ, മോഹരാത്രിശ്ച ദാരുണ. മോഹരാത്രി ബ്രഹ്മാവിൻ്റെ രാത്രിയായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിലെല്ലാം കുടികൊള്ളുന്ന ആ ഒരു തത്വം, ആ ഒരു സത്യം ദേവിയാണ്. ആ ദേവിയെയാണ് സ്തുതിച്ചുകൊണ്ട് ഭഗവാനെ ഉണർത്താൻ ബ്രഹ്മാവ് അപേക്ഷിക്കുന്നത്. അപ്പോൾ മോഹരാത്രി എന്ന് വിശേഷിപ്പിക്കുമ്പോൾ ചെയ്യുവാൻ പാടില്ലാത്ത കാര്യങ്ങൾ മോഹം നിമിത്തം ചെയ്യാവുന്നതാണെന്ന് തോന്നുന്ന അജ്ഞാനം, ആ അജ്ഞാനത്തിനെയാണ് ദാരുണ എന്ന് പറയുന്നത്. മോഹരാത്രിയെക്കുറിച്ച് ദാരുണം എന്നാണ് പറയുന്നത്. പരിഹാരമില്ലാത്ത ദോഷമാണത്. ആ പരിഹാരം അതിന് ദേവി മാത്രമാണ് എന്നുകൂടി അതിനെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഗുണത്രയ വിഭാവിനി, ഗുണങ്ങളെ വെവ്വേറെയാക്കിയിട്ട് ജഗത് രൂപേണ സ്ഥാപിക്കുന്നവളാണ് ദേവി. സത്വഗുണവും സത്വഗുണജ്ഞാനത്തിനും സുഖത്തിനും, രജോ ഗുണം രാഗത്തിനും ദുഃഖത്തിനും,
തമോ ഗുണം മറയ്ക്കുന്നതിനും മോഹത്തിനും കാരണമാകുന്നു. അപ്പോൾ ഈ ഗുണങ്ങളെല്ലാം പ്രകൃതി ധർമ്മങ്ങളാണ്, അതിനെ ഇല്ലാതാക്കാൻ കഴിയില്ല. പക്ഷേ കാളരാത്രി എന്ന് പറയുമ്പോൾ ആ ജഗത്തിനെ സംഹാരം ചെയ്യുന്നു ദേവി. അപ്പോൾ ഈ തമോ ഗുണത്തെയും രജോ ഗുണത്തെയും എല്ലാം ഇല്ലാതാക്കി വീണ്ടും സത്വഗുണത്തെയും എല്ലാത്തിനെയും വീണ്ടും സൃഷ്ടിക്കാൻ ശക്തിയുള്ളതാണ് ദേവിക്ക് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഓം ശ്രീ മഹാദേവി നമഃ.